ലെഫ്റ്റ് ബ്ലൈൻഡ്. നമുക്ക് ഓക്കെ കമൻറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് പരിപാടികൾ തുടങ്ങാം. കമൻറ്റിൽ ഓക്കെ വൈ ലെഫ്റ്റ് ബ്ലൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മുന്നേ ഞാൻ ലൈവിൽ പറഞ്ഞുള്ള കേസാണ്. അതേപോലെ തന്നെ എന്താ പറയുക വെച്ചെങ്കിൽ എന്താ പറയുക, മുന്നേ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആസ് ബ്ലൈൻഡിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേറെയും കുറേ ഓർഗന്ന്, ഞാൻ ഒന്നും പേരൊന്നും പറയുന്നില്ല, പക്ഷേ വേറെയും ഓർഗന്നെല്ലാം നമുക്ക് ഇൻവൈറ്റ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ടൈമിൽ ഇൻവൈറ്റ് വന്ന ടൈമിലും ഞാൻ പറഞ്ഞിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റിൽ ബ്ലൈൻഡിൽ തന്നെയാണ് നിൽക്കാൻ തന്നെയാണ് എനിക്ക് പേഴ്സണലി താല്പര്യം. അതായത് എനിക്ക് ബ്ലൈൻഡ് വിട്ടു പോകാൻ പേഴ്സണലി താല്പര്യമില്ല. ബ്ലൈൻഡ് ഇഷ്യൂസും പ്രശ്നങ്ങളും ഇതൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൈൻഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു പേഴ്സണൽ താല്പര്യം. അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചെങ്കിൽ എന്താ പറയുക, എന്നിട്ട് ഒരു ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ബ്ലൈൻഡ് സൈഡിൽ നിന്നാണെങ്കിൽ അവർ മാക്സിമം ഇന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് ഡേറ്റ് അതിൻ്റെ ഉള്ളിൽ എല്ലാം സോർട്ട് ഔട്ട് ആവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു ഏകദേശം ഒരു മാസത്തോളം വെയിറ്റ് ചെയ്ത് എല്ലാം സോർട്ട് ഔട്ട് ആവശ്യമായിട്ട് അതും കഴിഞ്ഞ് വീണ്ടും അവർ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെയും വെയിറ്റ് ചെയ്തു, പിന്നെയും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത്, അങ്ങനെ കുറേ ഇതായി. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല, ഒരിക്കലും നമ്മൾ അതിൻ്റെ കുറ്റം പറയുന്നില്ല. അവരുടെയും കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കുറേ ഞാനത് സ്റ്റിൽ അത് ബ്ലൈൻഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ അത് ഒരു പോയിന്റിൽ ഇനി അത് മുന്നോട്ട് പോവില്ല എന്ന് കണ്ടപ്പോഴാണ് പിന്നെ അത് ഒരു നല്ലൊരു ടേംസിൽ തന്നെ നല്ലൊരു രീതിയിൽ തന്നെ ബ്ലൈൻഡുള്ളവരോട് തന്നെ കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ ഒഫീഷ്യലി മെയിലും കാര്യങ്ങളെല്ലാം ചെയ്ത് പ്രോപ്പർലി ഒരു ഇഷ്യൂസും ഇല്ലാത്ത രീതിയിൽ നമ്മൾ അങ്ങനെ ബ്ലൈൻഡിൽ നിന്ന് ഇറങ്ങിയ ഇംഗ്ലീഷ് പ്ലീസ് കാസ്ട്രോ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അതാണ് ഇത് വരുന്നത്. അല്ലാണ്ട് അവരോടെല്ലാം പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ മെയിൽ എല്ലാം അയച്ചിട്ട് തന്നെ ഇറങ്ങിയുള്ളത്. പിന്നെ അപ്പോഴാണ് നമ്മുടെ ഈ ഒരു SITLൻ്റെ സംഭവം വരുന്നത്. അപ്പോൾ ഇതിലൊരു ഓപ്പർച്യൂണിറ്റി, അതായത് ഈ ഒരു സംഭവം അവർ അറിഞ്ഞ സമയത്ത് അവർ ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ സൗത്തിൽ നിന്ന് എന്നെ എടുക്കുന്നതിൽ SITLൻ്റെ ടീമിൽ നിന്ന് അവർക്ക് ഇപ്പോൾ തഗ്ബായ് ആണെങ്കിലും മോട്ടലാണെങ്കിലും ഗോൾഡി ആണെങ്കിലും അവരെല്ലാവർക്കും ഹാപ്പിയാണ്. അവരൊരു അഡീഷണൽ ആണെന്ന് എന്ന രീതിയിൽ അവർ ഒത്തിരി ഹാപ്പി ആയിരുന്നു. അവരെടുക്കുന്നതിൽ അവർക്ക് ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവിടുന്ന് എല്ലാം പിന്നെ അങ്ങോട്ട് എന്തുണ്ടായതൊന്നും അറിയില്ല. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും എല്ലാം ചടപടേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫോളോ അപ്പും പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം അങ്ങനെ അതിൻ്റെ വഴിക്ക് അങ്ങ് പോയി. നമുക്ക് അങ്ങനെ മുംബൈയിലേക്ക് നമ്മുടെ ലെഫ്റ്റ് വിത്ത് ഫുൾ റെസ്പെക്റ്റ്, അതെ ലെഫ്റ്റ് വിത്ത് ഫുൾ റെസ്പെക്റ്റ് ആണ്. വേറെ ഒരു ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു ഹെയ്റ്റോ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. നല്ല ടൈംസ് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഹിന്ദി ഓർ ഇംഗ്ലീഷ് ഫാലോ പോയടാ, എൻ്റെ ലോഗോ വെച്ചിട്ട് കള്ള മതി പറയും നോക്ക്. അതേപോലെ തന്നെ എന്താ പറയുക, പിന്നെന്താ പറയുക വെച്ചാൽ നമ്മൾ ഞാൻ ലാസ്റ്റ് ലൈവ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ആണ് നമ്മൾ മുംബൈയിലേക്ക് പോകുന്നത്. മുംബൈയിലേക്ക് പോയിട്ട് 2 ഡേയ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഷൂട്ട്. നമ്മളിപ്പോൾ SITLൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പേജിൽ ഈ ഒരു ബ്ലൈൻഡ് ഷട്ട് ഡൗൺ ചെയ്തില്ല. ബ്ലൈൻഡ് ഷട്ട് ഡൗൺ ചെയ്തിട്ടില്ല. അതായത് ബ്ലൈൻഡ് ഇനി ഒരു കംബാക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ഇതിലും സ്ട്രോങ്ങർ ആയിട്ട് ഒരു നല്ലൊരു ഇതോടുകൂടി പ്രോബ്ലംസ് എല്ലാം സോർട്ട് ഔട്ട് ആയിട്ട് മുന്നോട്ട് വരണം തന്നെയാണ് ആഗ്രഹം. കാരണം നമ്മൾ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു ഇതായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ടീമിൽ ഇനിയും മുന്നോട്ട് എല്ലാം പ്രോബ്ലംസ് എല്ലാം സോർട്ട് ഔട്ട് ആയിട്ട് വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരിക്കലും നമ്മൾ അതിൻ്റെ ഒരു ഡൗൺഫോൾ ആരും ഇതാക്കില്ല. പക്ഷെ നമുക്ക് അതായ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാനതവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി നോക്കിയായിരുന്നു. ബട്ട് ഒരു തരത്തിലും പിന്നെ അത് പറ്റില്ല എന്നായപ്പോഴാണ് പിന്നെ ഇറങ്ങിയത്. പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, അവരെയും കുറ്റം പറയാൻ പറ്റില്ല അത്. സോ ലവ് ഫ്രം ജോക്കർ ഫാം, താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച് ബ്രോ. ജോക്കർ ജേസ്, താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ഹിന്ദി പ്ലീസ് മോയിലും. ആക്ച്വലി ഐ ഡോണ്ട് നോ ഹിന്ദി. സോൾ ബൂട്ട് ക്യാമ്പ് വ്ളോഗ് ഉണ്ട്. ഇല്ല ഞാൻ ഈ സാധനം വെക്കാം. ഓക്കെ, ബൂട്ട് ക്യാമ്പ് സോളിൻ്റെ ബൂട്ട് ക്യാമ്പ് വ്ളോഗ് ഒന്നും എടുത്തില്ല. കാരണം ഞാൻ അവിടെ പോകുന്ന കേസും അവിടെ വെച്ചെങ്കിൽ ഇപ്പോൾ ഒന്നും എടുത്തില്ല. കാരണം ഞാൻ ഒരു ഐഡിയ ഇല്ലാണ്ട് അങ്ങനെ തന്നെ പോയിണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് 2 ദിവസത്തോളം എടുത്തു. നമ്മുടെ ആ ഒരു വീഡിയോ ഷൂട്ടിങ് കാര്യം കഴിയാൻ ഏകദേശം 2 ഡേയ്സോളം എടുത്തു സംഭവം എല്ലാം സെറ്റാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ എല്ലാവരെയും കണ്ടു, സംസാരിച്ച് അവിടെ ബൂട്ട് ക്യാമ്പിൽ നമ്മൾ സ്റ്റേ ചെയ്ത്
അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള ഒരു എൻ്റെ ഒരു മൈൻഡ് വെച്ചിട്ട് എനിക്ക് അതിലുള്ള ഒരു ഇതിലായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് എടുത്തില്ല. റാഷ് പ്രോ വെയിറ്റിംഗ് ആണ് വേണ്ട. റാഷ് പ്രോ ഇല്ലല്ലോ, ഓൺലൈൻ ഇല്ലല്ലോ.